മൈലാഞ്ചി മൊഞ്ചില്ലാതെ എന്താഘോഷമല്ലേ. പെരുന്നാൾ എടുത്ത് വരുമ്പോൾ കൈകളിൽ ഇങ്ങനെ ഓരോന്ന് വരച്ച് തുടങ്ങുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ഈ ചൂടത്ത്? നോമ്പ് എടുക്കുമ്പോൾ നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലേ? അറിയാം. എങ്കിലും വൈകുന്നേരത്തെ ആ ഒരു ഇഫ്താറൊക്കെ ഒരുക്കങ്ങളും വീട്ടിലെ ബഹളമൊക്കെ ഉണ്ടല്ലോ, തരുന്നൊരു സമാധാനം വേറെ തന്നെയാണ്. മൈലാഞ്ചി ഇടുമ്പോൾ എപ്പോഴും എനിക്കിഷ്ടം ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനുകളാണ് കേട്ടോ. അധികം വരഞ്ഞു മുറുകാതെ ആർക്കും പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. നിങ്ങൾ എത്ര പേർക്കാണ് മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളത്? നോമ്പ് കാലത്ത് ഇങ്ങനെ മൈലാഞ്ചി ഇടൽ ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണല്ലേ. ചെറുപ്പത്തിലൊക്കെ തലേദിവസം രാത്രി മൈലാഞ്ചി ഇട്ട് കൈയൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചുറങ്ങുന്ന ആ ഒരു കാലം ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഈ ഡിസൈൻ കണ്ടില്ലേ? തുടക്കക്കാർക്ക് പോലും പേടിക്കാതെ ട്രൈ ചെയ്യാം. വലിയ പാടൊന്നുമില്ല. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്ന് വരയ്ക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. ഇത്തവണ പെരുന്നാളിന് നിങ്ങൾ ഏത് ടൈപ്പ് ഡിസൈനാണ് പ്ലാൻ ചെയ്യുന്നത്? സിമ്പിൾ മതിയോ അതാ നല്ല ഹെവി ഡിസൈൻ വേണോ? എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. ഞാനിന്ന് വരയ്ക്കുന്നതിനൊരു ഫ്ലോറൽ ഡിസൈനാണ്. ഇത് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ ഇതേപോലെ ഒരു അറബിക് ഡിസൈൻ ഫ്ലോറൽ ഡിസൈനാണിത്. നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. വെറുതെ ഇരിക്കുന്നവർക്ക് ഇതാ ഇങ്ങനെ ഇരുന്നോ വീഡിയോ കണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ഓരോ സമയവും ഓരോ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കാണാൻ നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു നോമ്പെല്ലാം ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു